ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ടുവച്ച വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചു. ഖത്തറിനെയും ഈജിപ്തിനെയും സന്നദ്ധത അറിയിച്ചു. ഇസ്മായിൽ ഹനിയാണ് നിലപാട് ഇരു രാജ്യങ്ങളെയും അറിയിച്ചത്. ഇതോടെ ഇസ്രായേൽ നിലപാട് നിർണായകമാകും. ബന്ദിമോചനത്തിന് മികച്ച വഴി ഹമാസുമായുള്ള കരാറാണെന്ന് നെതന്യാഹുവിനോട് ബൈഡൻ. ഗസയിൽ വെടിനിർത്തലിന് സാധ്യത തെളിയുകയാണ്. 213 ദിവസങ്ങൾ കടന്നിരിക്കുന്നു ഗസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചിട്ട്. അതിനിടെ പലവട്ടം ഇസ്രായേലുമായും ഹമാസുമായും മധ്യസ്ഥ രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് വെടിനിർത്തൽ ചർച്ചകൾ നടന്നു. ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചിരിക്കുകയാണ്. ഖത്തറിനെയും ഈജിപ്തിനെയും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ഖത്തർ ആദ്യഘട്ടത്തിൽ തന്നെ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തിയ രാജ്യമാണ്. അതിന് പിന്നാലെ ഈജിപ്തും. ഇപ്പോൾ അവരെ ഇരു രാജ്യങ്ങളെയും വെടിനിർത്തലുമായി ബന്ധപ്പെട്ട സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് ഹമാസ്. ഇസ്മായിൽ ഹനിയാണ് നിലപാട് ഇരു രാജ്യങ്ങളെയും അറിയിച്ചത്. ഇതോടെ ഇസ്രായേലിന്റെ നിലപാട് കൂടി ഇനി വ്യക്തമാവേണ്ടതുണ്ട്. ഇസ്രായേലിന്റെ നിലപാട് ഈ വിഷയത്തിൽ നിർണായകമാകും. ഏതായാലും 200 ദിവസങ്ങൾ പിന്നിട്ട ഈ ആക്രമണത്തിന്, ഇസ്രായേലിന്റെ ആക്രമണത്തിന് ഒരു വെടിനിർത്തൽ സാധ്യത തെളിയുകയാണ് ഹമാസിന്റെ നിലപാടോടുകൂടി എന്ന് വേണം മനസ്സിലാക്കാൻ. MC നാസർ ഇതിന്റെ വ്യക്തമായ ചിത്രം നൽകും. നാസർ, ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട പലവട്ടം ചർച്ചകൾ നടന്നതാണ്. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമം ഫലം കാണുന്നു എന്ന് വേണ്ടി ഈ ഹമാസിന്റെ നിലപാടോടുകൂടി മനസ്സിലാക്കാൻ. അനീഷ, തീർച്ചയായിട്ടും. കാരണം പിന്നിട്ട പല തലങ്ങളിലായിട്ട് നേരത്തെ പാരീസിൽ ചർച്ച നടന്നു, ഖത്തറിൽ നടന്നു, തുടർന്ന് കെയ്റോയിൽ നടന്നു. ഏറ്റവും ഒടുവിലായിട്ട് കെയ്റോയിൽ നടന്ന 2 ദിവസം നീണ്ട ചർച്ചയ്ക്ക് അത് പൂർത്തീകരിച്ചുകൊണ്ട് ഹമാസ് സംഘം ഖത്തറിൽ തിരിച്ചെത്തുകയും മുതിർന്ന നേതാക്കളുമായിട്ട് കൂടിയാലോചന നടത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അല്പം മുമ്പ് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഈ മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും അതോടൊപ്പം തന്നെ ഈജിപ്തും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ നിർദ്ദേശം തങ്ങൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നു, തുടർ നടപടികൾക്ക് തങ്ങൾ ഒരുക്കമാണ് എന്ന ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവി കൂടിയായിട്ടുള്ള ഇസ്മായിൽ ഹനിയെയാണ് ഈ 2 രാജ്യങ്ങളെയും അറിയിച്ചിരിക്കുന്നത്. തുടർന്ന് തുർക്കി പ്രസിഡന്റ് ഉർദുഗാനെയും ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ തങ്ങൾ അറിയിച്ചതായിട്ട് ഹമാസ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേൽ എന്തു തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് കൈക്കൊള്ളുന്നു എന്നതാണ്. കാരണം CIA മേധാവി വില്യം ബേൺസ് ഇപ്പോൾ ഖത്തറിൽ തുടരുന്നുണ്ട്. ഇന്ന് രാത്രി തന്നെ അദ്ദേഹം ഇസ്രായേലിലേക്ക്, തെല്ലവീവിലേക്ക് നീങ്ങുമെന്ന സൂചനയാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി വരുന്നത്. അതുമാത്രമല്ല, ഇന്ന് രാത്രി നെതന്യാഹുവുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ അരമണിക്കൂറോളം ടെലിഫോണിൽ ചർച്ച നടത്തിയിരുന്നു. അതിൽ ബൈഡൻ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ച നെതന്യാഹുവിനെ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം, 130-ലധികം വരുന്ന ബന്ദികളെ തിരിച്ചെത്തിക്കാൻ ഏറ്റവും നല്ല മാർഗം ഹമാസുമായിട്ട് ഒരു കരാറിൽ എത്തിച്ചേരുകയാണ്. സൈനികമായിട്ടുള്ള നടപടിയിലൂടെ ഒരുപക്ഷെ ഈ ബന്ദികൾ കൊല്ലപ്പെടാനുള്ള വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരമൊരു നീക്കത്തിന് മുതിരരുത്. റഫേലിലേക്കുള്ള ആക്രമണം ആ സ്വഭാവത്തിൽ നിന്ന് പിന്തിരിയണം എന്ന കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശം കൂടി ബൈഡൻ നെതന്യാഹുവിനെ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇന്ന് രാത്രി പുറത്തു വന്നിരുന്നു. ഏതാണ്ട് അരമണിക്കൂർ നീണ്ട ആ ചർച്ചയിൽ ബൈഡൻ പൂർണ്ണമായിട്ടും ഇത്തരമൊരു വെടിനിർത്തൽ കരാർ തന്നെയാണ് ഈ പ്രശ്നപരിഹാരത്തിനുള്ള ഏറ്റവും യുക്തമായിട്ടുള്ള ഒരു പരിഹാര മാർഗം എന്ന നിർദ്ദേശം തന്നെയാണ് നെതന്യാഹുവിനെ അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കണം ഒരുപക്ഷെ തിരക്കിട്ട ചില കൂടിയാലോചനകൾ തെല്ലവീവിൽ ആരംഭിച്ചിട്ടുണ്ട്. മിക്കവാറും ഇന്ന് രാത്രി തന്നെ യുദ്ധകാര്യ മന്ത്രിസഭ യോഗം ചേരും. തങ്ങൾ ഈ നിർദ്ദേശം പരിഗണിച്ചു വരികയാണ്, പഠിച്ചു വരികയാണ്. ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും നാളെയോടുകൂടി തന്നെയും ഇസ്രായേലിന്റെ പ്രതികരണം ഉണ്ടാവും. ആ പ്രതികരണം നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെ നിർബന്ധവും അമേരിക്കൻ സമ്മർദ്ദവും അതോടൊപ്പം തന്നെ ആഭ്യന്തര സമ്മർദ്ദവും, കാരണം പിന്നിട്ട ദിവസങ്ങളിൽ 10,000-കണക്കിന് ആളുകളാണ് ബന്ദികളുടെ ബന്ധുക്കൾ ഉൾപ്പെടെ തെല്ലവീവിലും അതോടൊപ്പം തന്നെ വിവിധ കേന്ദ്രങ്ങളിലും വലിയ തോതിൽ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നെതന്യാഹുവിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം അവർ നടത്തുന്നു. അപ്പോൾ ഹമാസുമായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഒരു കരാർ രൂപപ്പെടണമെന്ന നിർദ്ദേശമായാണ് ഈ ജനങ്ങൾ, വലിയൊരു വിഭാഗം ഇസ്രായേലികളും മുന്നോട്ട് വെക്കുന്നത്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഏറെക്കുറെ അതിനെ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ നെതന്യാഹുവിന് എത്ര കണ്ട് സാധിക്കുമെന്ന ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥിതിഗതികൾ അവർ പഠിച്ചു വരികയാണ്. നാളെയോടുകൂടി ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വ്യക്തമാക്കുന്നത്. അത് ഇന്നിപ്പോൾ റഫേൽ നിന്ന് ആളുകളെ നാളേക്കകം 100,000-ഓളം പേരെ ഈസ്റ്റ് റഫേൽ നിന്ന് ഒഴിപ്പിക്കാനുള്ള ഒരു പ്രഖ്യാപനം നേരത്തെ തന്നെ സൈനിക നേതൃത്വം നൽകിയിരുന്നു.
അതിന്റെ അടിസ്ഥാനത്തിൽ ആക്രമണം തുടങ്ങിയിരുന്നു. ഇന്നലെയും ഇന്നുമായി റഫേൽ മാത്രം 29 പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരുന്നു. അത്രയും ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ആയിരങ്ങൾ സ്വാഭാവികമായിട്ട് കൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ ഈ കരയാക്രമണവുമായിട്ട് മുന്നോട്ട് പോകുന്ന നീക്കം വലിയ തോതിൽ ആശങ്ക സൃഷ്ടിച്ച ഒരു സാഹചര്യത്തിലാണ് ഏറ്റവും അവസാനമായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഹമാസ് ഈ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതായിട്ടുള്ള ഒരു പ്രഖ്യാപനം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇനി ഇസ്രായേലിന്റെ റോൾ തന്നെയാണ് ഇതിൽ നിർണായകം. എന്ത് തീരുമാനം ഇസ്രായേൽ കൈക്കൊള്ളുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഗസയിലേക്കുള്ള അടുത്ത യുദ്ധത്തിന്റെ ഭാവി കൂടി. അനീഷ. നാസർ, അതോടൊപ്പം തന്നെ നാസർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാരീസിലും ഖത്തറിലും ഒക്കെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടന്നതാണ്. പക്ഷേ ഇതിലെല്ലാം വെല്ലുവിളിയായി വന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇരു രാജ്യങ്ങളും മുന്നോട്ട് വെച്ച ഉപാധികൾ തന്നെയാണ്. ഈ ഘട്ടത്തിൽ ഇതിൽ ഹമാസ് അംഗീകരിച്ച നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ്? ഈ കെയ്റോയിൽ നടന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച ഉപാധികൾ എന്തൊക്കെയാണ്? അനീഷ, ഇതിൽ നേരത്തെ ഈജിപ്തും ഖത്തറും ഇസ്രായേലുമായും അതോടൊപ്പം തന്നെ അമേരിക്കയുമായും ഒക്കെ കൂടിയാലോചന നടത്തിക്കൊണ്ടാണ് ഈ രണ്ടു കൂട്ടർക്കും ഏറെക്കുറെ സ്വീകാര്യമായിട്ടുള്ളൊരു ഫോർമുലയാണ് മുന്നോട്ട് വെച്ചത്. ആ ഫോർമുല പ്രകാരം വിവിധ ഘട്ടങ്ങളിലായിട്ട് ഒരു സമ്പൂർണ്ണ വെടിനിർത്തലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം രൂപപ്പെടുത്തുക എന്നതാണ് ഈ വെടിനിർത്തൽ നിർദ്ദേശത്തിലെ പ്രധാന ഉള്ളടക്കം. ഔദ്യോഗികമായിട്ട് ഈ നിർദ്ദേശത്തിന്റെ വിവരങ്ങൾ ഇപ്പോൾ പോലും പുറത്ത് ലഭ്യമല്ല. പക്ഷേ എങ്കിലും ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ പ്രകാരം 33 ബന്ദികളെ ആദ്യഘട്ടത്തിൽ വിട്ടയക്കണം. അതിൽ തന്നെ ഏറ്റവും അവസരമായിട്ടുള്ള ഏറ്റവും പ്രായമുള്ള വനിതകൾ ഉൾപ്പെടെയുള്ളവരെ ആയിരിക്കണം ഇങ്ങനെ കൈമാറേണ്ടത്. ഈ 33 ബന്ദികളെ വിടുന്നതിന്റെ ഭാഗമായിട്ട് 40 ദിവസം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലാണ് ഏറെക്കുറെ ഇസ്രായേലുമായി കൂടിയാലോചന നടത്തിക്കൊണ്ടാണ് അത്തരമൊരു നിർദ്ദേശം ഈ മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം അതിന് ആനുപാതികമായിട്ട് ഇസ്രായേൽ തടവറയിലുള്ള പലസ്തീനികളെ വിട്ടയക്കാനുള്ള ഒരു നിർദ്ദേശം കൂടിയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വടക്കൻ ഗസ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് ഒരു വിഘ്നവുമില്ലാതെ ഒരു തടസ്സവും കൂടാതെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള സഹായം ലഭ്യമാക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി ഈ ആദ്യഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായിട്ടുണ്ട്. തുടർന്നാണ് ഏതാണ്ട് ഒരു 3 ഘട്ടങ്ങളിലായിട്ട് ഈ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് പോവുകയും ആ 3 ഘട്ടങ്ങളുടെ ഏറ്റവും ഒടുവിലായിട്ട് അവസാന ബന്ദിയെയും ഹമാസ് കൈമാറേണ്ടതുണ്ട്. അതോടുകൂടി ഒരു സമ്പൂർണ്ണ വെടിനിർത്തലിലേക്ക് നീങ്ങുക എന്നൊരു നിർദ്ദേശമാണ് ഇതിലുള്ളത്. ഇതിൽ ഏതൊക്കെ ഭാഗങ്ങൾ ഇസ്രായേൽ ഇനി അംഗീകരിക്കും എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കാരണം ഹമാസ് 3 ഉപാധികളായിരുന്നു നേരത്തെ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചിരുന്നത്. 1, ആക്രമണം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുക. 2, ഗസയിൽ നിന്ന് സൈന്യം പിൻവാങ്ങുക. 3, ഈ വടക്കൻ ഗസയിൽ നിന്നും മറ്റും പുറന്തള്ളപ്പെട്ട മനുഷ്യർക്ക് തിരിച്ചു വരാനുള്ള സൗകര്യമൊരുക്കുക. ഇതായിരുന്നു ഹമാസ് മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട 3 ഉപാധികൾ. ഇതിൽ 2 കൂട്ടരും, ഹമാസും അതോടൊപ്പം തന്നെ ഇസ്രായേലും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി എന്നതാണ് ഒരുപക്ഷെ ഈ ഹമാസ് ഇത് അംഗീകരിച്ചതിൽ നിന്ന് നമുക്ക് ബോധ്യമാവുന്ന പ്രധാനപ്പെട്ട കാര്യം. കാരണം ആദ്യഘട്ടത്തിൽ പൂർണ്ണമായിട്ടും ആക്രമണം അവസാനിപ്പിച്ച് ഗസയിൽ നിന്ന് സൈന്യം പിൻവാങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് നെതന്യാഹു ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് ചില ഉപാധികൾ, ചില വിട്ടുവീഴ്ചകളിൽ, ചില നിലപാടുകളിൽ ചില ഉദാരത വരുത്താൻ 2 വിഭാഗവും ശ്രമിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഈ ചർച്ചയുടെ പുരോഗതി വ്യക്തമാക്കുന്നത്. ഇനി ഈ അർത്ഥത്തിൽ ഇപ്പോൾ ഹമാസ് അംഗീകരിച്ച ഒരു സാഹചര്യത്തിൽ അന്തർദേശീയ സമ്മർദ്ദം വലിയ തോതിൽ ഇസ്രായേലിന് മുകളിൽ രൂപപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. അമേരിക്ക CIA മേധാവി വളരെ പെട്ടെന്ന് തന്നെ തെലവീവിലെത്തും. അതോടൊപ്പം തന്നെ ബൈഡൻ മിക്കവാറും നാളെ തന്നെ വീണ്ടും നെതന്യാഹുവുമായി ടെലിഫോണിൽ സംസാരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ ക്യാമ്പസുകളിൽ രൂപപ്പെട്ട പ്രക്ഷോഭം അമേരിക്കൻ പൊതുസമൂഹത്തിൽ വലിയ തോതിൽ ഈ ബൈഡൻ ഭരണകൂടത്തിനെതിരായിട്ടുള്ളൊരു വികാരം രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 6 മാസം മാത്രമാണ് ഇനി തെരഞ്ഞെടുപ്പിന്, അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന്, ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും നല്ല മാർഗം ഒരു വെടിനിർത്തലിലേക്ക്, താൻ മുൻകൈയെടുത്തുകൊണ്ടുള്ള ഒരു വെടിനിർത്തൽ ഗസയിൽ വരിക എന്നതാണ്. അതുകൊണ്ടാണ് ബൈഡൻ ഇത്രമാത്രം താല്പര്യമെടുത്തുകൊണ്ട് CIA മേധാവിയെ ഇസ്രായേലിന്റെ അനുമതി പോലും ഇല്ലാതെ കൈറോ ചർച്ചയ്ക്ക് വേണ്ടി നിയോഗിച്ചതും തുടർന്ന് ഈ ചർച്ച ഏറെക്കുറെ ഒരു നല്ല ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് നാളെയും മറ്റന്നാളും ഏറ്റവും നിർണായകമായിരിക്കും. ഈ 2 ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുകൂടി ഒരു അനുകൂല നിലപാട്, പ്രതികരണം വരികയാണെങ്കിൽ 213 ദിവസങ്ങളായി തുടരുന്ന ഗസയിലെ ഏറ്റവും ക്രൂരമായിട്ടുള്ള, ഏറ്റവും കൊടിയ ഈ യുദ്ധ സാഹചര്യം മാറിക്കിട്ടുമെന്നൊരു പ്രതീക്ഷയിലാണ് ലോക സമൂഹം മൊത്തത്തിൽ ഇപ്പോൾ അടുത്ത ഇസ്രായേലിന്റെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. അനീഷ.
നാസർ, ഒരു കാര്യം കൂടി, അതായത് ഇന്ന് ഇപ്പോൾ റഫ ആക്രമണവുമായി ബന്ധപ്പെട്ട്, റഫേൽ കരയാക്രമണം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രതികരണമൊക്കെ ഉണ്ടായിരുന്നു. അതായത് റഫേൽ നിന്ന് കരയാക്രമണത്തിന് വേണ്ടി റഫേൽ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നു, ഒപ്പം തന്നെ ലക്ഷ്യം കാണുന്നതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് നെതന്യാഹു ആവർത്തിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഹമാസ് വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുമ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ ഒരു നിലപാടുണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? അനീഷ, അത് തന്നെയാണ് ഈ രാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഇത്രയും കൂടി ഏതാണ്ട് 44,000-ഓളം പേർ കൊല്ലപ്പെട്ടൊരു യുദ്ധം, അത്രയേറെ ജനങ്ങൾ, ഏതാണ്ട് 3,00,000-ലധികം പേർക്ക് പരിക്കേറ്റ ഒരു യുദ്ധം, ഒരു ജനതയെ പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യാൻ ആസൂത്രിതമായിട്ടുള്ള നരഹത്യ പല തലങ്ങളിലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യുദ്ധം, ആരോഗ്യ സംവിധാനങ്ങൾ, മാധ്യമ സംവിധാനങ്ങൾ ഇതൊക്കെയും തകർത്തുകൊണ്ട് ഒരു ജനതയ്ക്കെതിരെ ഈ പരിഷ്കൃത ലോകത്ത് നടന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു നരഹത്യ ഇനിയും തുടരണമോ എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ അന്തർദേശീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള എതിർപ്പ്, ഒരുപക്ഷെ ഈ വിയറ്റ്നാം യുദ്ധാനന്തരം അമേരിക്ക അനുഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതികരണം, ക്യാമ്പസുകളിൽ 40-ലധികം സർവകലാശാലകളിൽ രൂപപ്പെട്ട പ്രക്ഷോഭം, അതോടൊപ്പം തന്നെ യൂറോപ്യൻ സർവകലാശാലകളിലും മറ്റും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിഷേധം, ഇതൊക്കെ രൂപപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ ഇനിയും നെതന്യാഹുവിന്റെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി, തന്റെ അധികാരം ഇനിയും തുടരുന്നതിന് വേണ്ടി ഈ യുദ്ധം നെതന്യാഹു മുന്നോട്ട് കൊണ്ടുപോകണമോ എന്ന ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്തയിലാണ്. ഇനി ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്ന ഒരു വികാരം പൊതുവെ രൂപപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതൊക്കെ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് അനീഷ സൂചിപ്പിച്ചതുപോലെ ഈ കിഴക്കൻ റഫയിൽ നിന്ന് ആളുകളോട് 1,00,000 പേരോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അവർ എങ്ങോട്ട് പോകും, അവർക്ക് എവിടെ സുരക്ഷിതത്വം നൽകും, അവർക്ക് എവിടെ അഭയസങ്കേതം ഒരുക്കും എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവരൊക്കെയും ഒരു വലിയ തോതിലുള്ള ഒരു കരയാക്രമണങ്ങൾ വരികയാണെങ്കിൽ 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഇനിയും രൂപപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. അതിനു വേണ്ടിയുള്ള വലിയ ഒരുക്കങ്ങൾ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം ആ തീരുമാനവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ട്. പക്ഷേ ഇന്നലെ കരീം ഷാലോം അതിർത്തിക്ക് നേരെ അൽഖസാം ബ്രിഗേഡ് നടത്തിയ ആക്രമണത്തിൽ 4 സൈനികർ കൊല്ലപ്പെടുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതും കുറെ കൂടി ഒരു പുനർവിചിന്തനത്തിന് ഇസ്രായേലിനെ പ്രേരിപ്പിക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. കാരണം ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ തങ്ങൾ ഒരുക്കിയിരിക്കുന്നുവെന്ന് ഹമാസ് കൂടി വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആപൽക്കരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് ഒരു പുനരാലോചനയ്ക്ക് ഇസ്രായേൽ തയ്യാറാകുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. അനീഷ, ശരി, ഏതായാലും ഗസയിൽ വെടിനിർത്തൽ സാധ്യതകൾ തെളിയുകയാണ്. മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഹമാസ് അംഗീകരിച്ചിട്ടുണ്ട്. ഇനി ഇസ്രായേലിന്റെ നിലപാട് കൂടി നിർണായകമാണ്. അതോടുകൂടി ഗസയിൽ വെടിനിർത്തൽ ഉണ്ടാകും. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തത വരും. വിശദവിവരങ്ങൾ നൽകിയത് MC നാസറാണ്.